ഹിന്ദു ഐക്യവേദി നേതാവ് ശ്രീ കെ പി ശശികല ടീച്ചർ നമ്മോടൊപ്പം ശരിയാണ്. ടീച്ചർ, എങ്ങനെയാണ് രാഹുലിന്റെ ഈ ഒരു വിവാദ പരാമർശത്തെ താങ്കൾ സമീപിക്കുന്നത്? ഹൈന്ദവരെ അപമാനിച്ചതിൽ രാഹുൽ മാപ്പ് പറയണമെന്ന് ഇതിനകം സഭയ്ക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള ആവശ്യം ഉയർന്നു കഴിഞ്ഞു. എങ്ങനെയാണ് രാഹുലിന്റെ ഈ ഹൈന്ദവ വിരുദ്ധ പരാമർശത്തെ താങ്കൾ കാണുന്നത്? ഒരു സ്ഥിരബുദ്ധിയും പ്രായത്തിനനുസരിച്ച് മാനസിക വളർച്ചയും ഉള്ള ഒരാളാണ് അത് പറഞ്ഞതെങ്കിൽ തീർച്ചയായും അതിന് മാപ്പ് പറഞ്ഞേ മതിയാകുള്ളൂ. രാഹുൽ ഗാന്ധിയുടെ മാനസിക നിലയും പക്വതയും പറ്റിയും നമുക്ക് പൂർണ്ണമായി പറയാൻ സാധിക്കില്ല. അദ്ദേഹം പറഞ്ഞൊക്കെ ഉണ്ടോ, അത് കോൺഗ്രസ്സുകാരാണ് പറയുന്നത്. ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ, പ്രായത്തിനനുസരിച്ച പക്വതയും അതുപോലെ തന്നെ സാമാന്യ ബുദ്ധിയും ഒക്കെയുള്ള മാനസിക വളർച്ചയൊക്കെ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഇങ്ങനെ അടച്ചാക്ഷേപിച്ചതിന് മാപ്പ് പറഞ്ഞേ മതിയാകൂ. കാരണം പറഞ്ഞത് ഏതെങ്കിലും കവല പ്രസംഗത്തിലല്ല പറഞ്ഞത്, ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റിൽ വെച്ചാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ പദവി, അദ്ദേഹത്തിന്റെ അതിന് അർഹതയുണ്ടോ നമുക്കറിയില്ല. അതിൽ ഇരിക്കുന്ന പദവി പ്രതിപക്ഷ നേതാവിന്റെയാണ്. ഒരു മന്ത്രിക്ക് തുല്യമായ ഒരു ക്യാബിനറ്റ് റാങ്കുള്ള പ്രതിപക്ഷ നേതാവ്, ഒരുപക്ഷെ ഭരണപക്ഷത്തിന്റെ വ്യക്തികളെ പോലും തിരുത്താൻ സാധ്യതയുള്ള, അതിന് തക്ക ശേഷിയുള്ള ഒരു നേതൃസ്ഥാനത്താണ് അദ്ദേഹം ഇരിക്കുന്നത്. അത്തരം ഒരു പദവിയിൽ ഇരുന്നു കൊണ്ട് ഒരിക്കലും ഇങ്ങനെ പറയാൻ സാധിക്കില്ല. അദ്ദേഹം പുറത്ത് കാട്ടിക്കൂട്ടുന്ന ശരിക്കും കോമാളി വേഷങ്ങൾ കെട്ടാറുണ്ട്. അതുപോലെ കെട്ടാനുള്ള സ്ഥലമല്ല പാർലമെന്റ് എന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യമായേ മതിയാകുള്ളൂ. അദ്ദേഹം മാപ്പ് പറഞ്ഞു. കാരണം ഒരു സംസ്കാരത്തെയാണ് അധിക്ഷേപിച്ചത്, ഒരു വലിയ ജനവിഭാഗം പറഞ്ഞതുപോലെ തന്നെയാണ്. നേരത്തെ ചില വ്യക്തികൾ പറഞ്ഞതുപോലെ തന്നെ ആർക്കും ഏത് സമയത്തും കടന്നാക്രമിക്കാവുന്ന ഒരു വിഭാഗമാണ് ഹൈന്ദവ സമൂഹം എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണ, അത് തന്നെയാണോ രാഹുലിനെ ഇത്തരത്തിലേക്ക് നയിച്ചത്? അതുകൊണ്ട് തന്നെ ഈ BJP നേതാക്കൾ മാത്രമല്ല, ഈ പ്രതിപക്ഷ നിരയിൽ നിന്ന് പോലും വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിനെതിരെയുള്ള പ്രതിഷേധം ഉയർന്നു വരാനുള്ളൊരു സാധ്യതയുമില്ലേ? എങ്ങനെയാണ് അങ്ങനെ ആ ഒരു കാഴ്ചപ്പാടിനെ താങ്കൾ വിലയിരുത്തുന്നത്? മുഴുവൻ അത്തരം ഒരു പ്രതിഷേധം ഉയർന്നു വരും. അദ്ദേഹം അത് പറഞ്ഞത് ഒരു പക്ഷേ വയനാട്ടിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ അനുഭവങ്ങളോ അല്ലെങ്കിൽ തന്റെ പെങ്ങള് വയനാട് മത്സരിക്കാൻ വരുന്നുണ്ട് എന്നതൊക്കെ കൊണ്ട് അത്തരത്തിൽ ആരുടെ പിന്തുണ കൊണ്ടാണോ എനിക്ക്, അല്ലെങ്കിൽ ഇത്രയും സീറ്റുകൾ, പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടിയ ഒരു സംസ്ഥാനം കേരളമാണ്, അവിടെ ആരെയാണ് അത് നൽകിയത്? അപ്പൊ അവരെയൊക്കെ സുഖിപ്പിക്കാൻ വേണ്ടി ആയിരിക്കാം ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. തികച്ചും നിരുത്തരവാദപരമായി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരു തരത്തിലും അത് അംഗീകരിക്കാൻ കഴിയില്ല. അദ്ദേഹം മാപ്പ് പറഞ്ഞാൽ പോലും തീരുന്ന വിഷയമല്ല എന്നുള്ളതാണ്. കാരണം ഇത്രയും ഒരു വലിയ ജനസമൂഹത്തെ, എത്ര കുറച്ച് 4-5 ആളുകളുള്ളൊരു സമൂഹത്തെ ആണെങ്കിൽ പോലും ഇതുപോലെ അധിക്ഷേപിക്കാൻ സാധില്ല. ഇതൊരു നാടിന്റെ സംസ്കാരമാണ്, ഈ ഭാരതത്തിന്റെ തനിമയാണ്. അതിനെയാണ് അദ്ദേഹം ചോദ്യം ചെയ്തിരിക്കുന്നത്. ഒരിക്കലും അത് അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന് തന്നെ പറയട്ടെ. നന്ദി ടീച്ചർ, ഈ ഒരു സമയം ഞങ്ങളുടെ സഹകരിച്ചു.